സിനിമയുടെ ആദ്യ രംഗം. ഇരുട്ടിന് കുറുകെ വീണ് കിടക്കുന്ന നിലാവെളിച്ചത്തിലൂടെ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പുകൾക്കും ദേഹരണ പാത്രങ്ങൾക്കും ഇടയിലേക്ക് ഓടിക്കയറുന്ന ഉണ്ണികൃഷ്ണൻ. ആ രംഗം നമ്മുടെ ഉള്ളിൽ അവ്യക്തമായ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കും. എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടേയിരിക്കും. ഹൃദയത്തിന്റെ ഏതോ ഒരു കോണിൽ ഒരു നോവ് കടന്നുപോയിക്കൊണ്ടേയിരിക്കും. ഈ സിനിമ മുഴുവൻ കണ്ടു തീർക്കുമ്പോഴും ഈ അവ്യക്തത, ഈ നോവ് നമ്മുടെ ഉള്ളിൽ ബാക്കിയാവും. ഈശ്വര പിള്ളയുടെ കുടുംബത്തിന്റെ കഥയാണിത്. ഉണ്ണിയും മീരയും എത്ര മനോഹരമായാണ് പ്രണയിക്കുന്നത്. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പ്രണയ ജോഡികളായ മോഹൻലാലും ശോഭനയുമാണ് ഉണ്ണിയായും മീരയായും നമ്മുടെ ഹൃദയത്തെ കീഴടക്കുന്നത്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ അഡ്വാൻസ് ആയിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്താ അച്ഛനല്ല ഈ നമ്മളിൽ നിൻരാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലകന്യയായി. ഉണ്ണിയുടെ ചേട്ടൻ രാമകൃഷ്ണന് മക്കളില്ലാത്തതിന്റെ പേരിൽ ആ കുടുംബം ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഒരുപാട് ഈശ്വരന്മാരോട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് വഴിപാടുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ദേവകിയുടെയും ഈശ്വരപിള്ളയുടെയും പ്രാർത്ഥന ഒരു ദൈവങ്ങളും കേൾക്കുന്നില്ല. എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്ത് ആ പ്രായത്തിൽ ദേവകിയുടെ ഉദരത്തിൽ ഒരു പെൺകുഞ്ഞിനെ നൽകി ദൈവം അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് തന്നത് നമുക്കുള്ളത് തന്നെയാ. നമ്മുടെ രാമകൃഷ്ണനും ഭാര്യയും പ്രണയിക്കുന്നതിന്റെ 1000 മടങ്ങ് മുകളിൽ. ഒരുപക്ഷെ ഉണ്ണിക്കും മീരയ്ക്കും പോലും സാധിക്കാത്ത രീതിയിൽ പ്രണയിച്ചുകൊണ്ടേയിരുന്നത് ഈശ്വരപിള്ളയും ദേവകിയമ്മയുമാണ്. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമുനക്കണ്ണുമായി വന്ന വേശുകിളി മകളെ, വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമുനക്കണ്ണുമായി വന്ന വേശുകിളി മകളെ. സമൂഹം എങ്ങനെ സ്വീകരിക്കും, ചുറ്റുമുള്ളവരുടെ കളിയാക്കലുകളെ എങ്ങനെ നേരിടുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ദേവകിയമ്മയുടെ അടുത്തേക്ക് ഒരു മുണ്ട് നിറയെ കണ്ണിമാങ്ങുകളുമായി വരുന്ന ഉണ്ണിയും ഒരുപാട് മരുന്നുകളുമായി ഭാര്യ അറിയാതെയാണെങ്കിലും അമ്മയെ കാണാൻ വരുന്ന രാമകൃഷ്ണൻ അമ്മയുടെയും അച്ഛന്റെയും ഉള്ളിൽ ഒരു നാണവും സന്തോഷവും സൃഷ്ടിക്കുന്നുണ്ട്. ദേവകേ, രാമകൃഷ്ണൻ ഉണ്ണി വിളിച്ച് പറഞ്ഞു ഞാൻ ഇപ്പൊ വരാം, ഒന്ന് പോയിട്ട് ഒന്ന് അഭിനന്ദിക്കാൻ വന്നപ്പോ അങ്ങ് വലിയാണോ? അന്ന് ആ പെൺകുഞ്ഞിന്റെ കരച്ചിൽ ആശുപത്രിയിൽ മുഴങ്ങിക്കേട്ടതിനു മുകളിൽ ഉണ്ണിയുടെ കരച്ചിൽ അവിടെ അലയടിച്ചു. തന്റെ പ്രിയപ്പെട്ട മക്കളെയും പുഞ്ചിരി ചേച്ചിയെയും വാര്യര് മാഷിനെയും തന്റെ പ്രാണന്റെ പാതിയായ ഈശ്വരപിള്ളയും ഉപേക്ഷിച്ച് ദേവകിയമ്മ യാത്രയായി. കുഞ്ഞിനെ വാങ്ങിച്ചു അമ്മ പോയി. അന്ന് ആ നിമിഷം മുതൽ അവരുടെ ആരുടെയും ജീവിതം പഴയതുപോലെ ആയില്ല. ഈശ്വരപിള്ളയ്ക്ക് ആ കുഞ്ഞിനെ ഒന്ന് പരിഗണിക്കാൻ പോലും സാധിച്ചില്ല. രാമകൃഷ്ണൻ ആഗ്രഹം ഉണ്ടായിട്ടും ആ കുഞ്ഞിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ കഴിഞ്ഞില്ല. ഈ വീട് മുഴുവൻ ഒരു ദിവസത്തേക്കെങ്കിലും ആ കുഞ്ഞിന്റെ കരച്ചിൽ കൊണ്ട് നിറയട്ടെ. എന്നാ ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോയേക്കാം. പിന്നെ എന്റെ ശല്യം ഒന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഓക്കെ? ഈശ്വരപിള്ള ഇല്ലാത്ത തിരക്ക് അഭിനയിച്ച് ദേഹരണപ്പുരകളിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ രാമകൃഷ്ണൻ ഒരു നിസ്സഹായനെ പോലെ നോക്കി നിന്നപ്പോൾ ഉണ്ണിയുടെ നെഞ്ചിൽ കിടന്ന് പുഞ്ചിരി ചേച്ചിയുടെ മുലപ്പാലിന്റെ മാധുര്യം നുണഞ്ഞ് ആ കുഞ്ഞു വളർന്നു. ആ കുഞ്ഞിന് മീനാക്ഷി എന്ന് പേരിടുന്നത് മീരയാണ്. പക്ഷേ അവളെ ശ്രദ്ധിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഉണ്ണിക്ക് മീരയെ മെല്ലെ നഷ്ടപ്പെട്ടു തുടങ്ങി. അച്ഛന് വേണ്ടിയോ കമ്പനിക്ക് വേണ്ടിയോ അല്ല, നമുക്ക് വേണ്ടി, ഉണ്ണി എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അച്ഛനെ വെറുപ്പിച്ചാൽ ഈസ് ഇൻഹ്യൂമൻലി അഡമന്റ്. പക്ഷെ മീര, ഈ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യും? മീര ഒരുപാട് തവണ അവനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉണ്ണി തന്നെ സ്വയം അവളിൽ നിന്നും അകന്നു തുടങ്ങും. നിന്നെ അല്ല ഏത് പെണ്ണെ ഞാൻ കെട്ടിയാലും എനിക്ക് ഇവളെ നഷ്ടപ്പെടും. നിനക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ എന്റെ മീനാക്ഷിയെ വെറുക്കും. നിവർത്തികേടിന്റെ തീച്ചുളയിൽ കിടന്നൊരുകുമ്പോൾ രാമകൃഷ്ണനെ പഠിപ്പിക്കാനെടുത്ത ലോണ് കിടപ്പാടം നഷ്ടപ്പെടുത്തുമെന്ന അവസ്ഥ വരുമ്പോൾ ഈശ്വരപിള്ള മീരയുടെ അച്ഛന്റെ കയ്യിൽ നിന്നും കുറച്ചു പണം അഭിമാനം തകർന്നിട്ടാണെങ്കിലും കടം വാങ്ങുന്നുണ്ട്. ആ വാർത്ത അറിഞ്ഞ ഉണ്ണി ആദ്യമായി അച്ഛനോട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. 1,00,000 രൂപ ബാക്കി വല്ല ഉണ്ടെങ്കിൽ വിഷം വാങ്ങിച്ചു തരട്ടെ. നാണവും മാനവും ലെവലേശമുള്ള ഒരുത്തനും ഈ നാറിയ പണി കാണിക്കത്തില്ല. വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. ആ വേദന സഹിക്കാൻ കഴിയാതെ മകനോട് ചെയ്ത തെറ്റിന്റെ കുറ്റബോധം പേറി ആ അച്ഛൻ എല്ലാവരെയും ഉപേക്ഷിച്ച് നാട് വിട്ടുപോകുന്നു. വേദനകളും നഷ്ടങ്ങളും നിരന്തരം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഉണ്ണിയുടെ ജീവിതത്തിലേക്ക് ആ കുഞ്ഞു വായിൽ നിന്നും ആദ്യമായി ആ വിളി വന്നു, ചേട്ടച്ചൻ. അന്നു മുതൽ, ആ നിമിഷം മുതൽ അയാളുടെ ജീവിതം അവളാണ്. അവൾക്കയാൾ ചേട്ടനും അച്ഛനും അമ്മയും എല്ലാമായി മാറി. അച്ഛനെ പോലെ ശാസിച്ചും ചേട്ടനെ പോലെ ചേർത്ത് പിടിച്ചും അയാൾ അവളെ വളർത്തി. കാച്ചിയ എണ്ണയുടെ മണവും പട്ടുപാവാടയുടെ തിളക്കവുമുള്ള മീനാക്ഷിയെ കാലിലൊരു മുള്ളുപോലും കൊള്ളാതെ അയാൾ പരിപാലിച്ചു.
മീനാക്ഷിയുടെ ചേട്ടച്ചനും ചേട്ടച്ചന്റെ മീനാക്ഷിയും എന്ന ലോകത്തേക്ക് അവർ ചുരുങ്ങി. സൗഹൃദവും സ്നേഹവും എല്ലാം അവർ ആ ലോകത്ത് തന്നെ പങ്കുവച്ചു. കേറുവൻ തേക്കടി, ദേ താളി റെഡി. ചേട്ടച്ചൻ പൊയ്ക്കോ, ഞാൻ തേച്ചോളാം. ഇങ്ങോട്ട് കേറി വാ. കോളേജ് ഹോസ്റ്റലിൽ അവളെ പഠിക്കാൻ കൊണ്ടുപോയി വിട്ട് തിരിച്ചു വന്ന ആ രാത്രിയിലാണ് ഒരു നിമിഷം പോലും അവളെ പിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ലെന്നുള്ള സത്യം ചേട്ടച്ചൻ മനസ്സിലാക്കുന്നത്. വീട്ടിൽ അവൾ ഇല്ലാത്തതുകൊണ്ട് ഒരു ശ്വാസം മുട്ടൽ പോലെ ശബ്ദം കേൾക്കാൻ വേണ്ടിട്ട്. ഒട്ടും വൈകാതെ അന്ന് രാത്രി തന്നെ അവളെ തിരിച്ചു കൂട്ടിക്കൊണ്ടു വരുന്നുണ്ടെങ്കിലും അവളുടെ പഠിപ്പിനെ കുറിച്ച് ആലോചിച്ച് വളരെ വിഷമത്തോടുകൂടിയാണെങ്കിലും അവർ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ജീവിക്കാൻ തീരുമാനിക്കുന്നു. നിന്റെ വിഷമം മനസ്സിലാകുന്നുണ്ട്. നീ എന്നെ തിരിച്ചു വയ്ക്കാം. കോളേജിലെ ഫ്രണ്ട്സും പട്ടണത്തിലെ ജീവിതവും അവളെ മെല്ലെ മെല്ലെ മാറ്റിയെടുക്കുന്നു. അവൾ ചേട്ടച്ചനിൽ നിന്നും മെല്ലെ മെല്ലെ അകന്നു തുടങ്ങുന്നു. ആ അകൽച്ചയുടെ ഓരോ സ്റ്റേജും ഒരു കത്തി ഹൃദയത്തിൽ കുത്തി ഇറക്കുന്ന വേദനയോടെയാണ് ചേട്ടച്ചൻ അനുഭവിച്ചു തീർക്കുന്നത്. രാമകൃഷ്ണന്റെ ഭാര്യയുമായുള്ള ചെങ്ങാത്തവും അവരുടെ സോഷ്യൽ ലൈഫ് കൾച്ചറും എല്ലാം മീനാക്ഷിയെ മാത്രം സ്നേഹിക്കുന്ന നാട്ടുംപുറത്തുകാരനായ ചേട്ടച്ചന് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരുന്നു. പെമ്പറനോത്തി പറയുന്ന കേട്ടോണ്ട് എന്റെ മീനാക്ഷി എടുത്തിട്ട് അമ്മാനാടിയാലുണ്ടല്ലോ ചേട്ടാണെന്ന് ഞാൻ നോക്കത്തില്ല. വീട്ടിൽ കയറി ഒന്ന് ഇൻസൾട്ട് ചെയ്യുന്ന മര്യാദയല്ല, പറഞ്ഞേക്കാം. അമ്മയില്ലാത്ത തനിക്ക് മുലപ്പാലിന്റെ മാധുര്യം പകർന്നു നൽകിയ പുഞ്ചിരി ചേച്ചിക്ക് നേരെ വരെ മീനാക്ഷിയുടെ കൈ ഉയരുന്നുണ്ട്. ചേട്ടച്ചന്റെ ഹൃദയം തുളയ്ക്കുന്ന രീതിയിൽ അവൾ സംസാരിക്കുന്നുണ്ട്. അവനവന്റെ അന്തസ്സിന്റെ അഭിമാനത്തിന്റെ പേരും പറഞ്ഞല്ലേ എന്റെ അച്ഛൻ ഇവിടെ ഇറക്കി വിട്ടത്. ഒരു പെണ്ണിനെ മോഹിപ്പിച്ചിട്ട് ചേട്ടത്തിന് വലിയ ത്യാഗിയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു. മീനാക്ഷിക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തിയവൻ വീണ്ടും നടുക്കടലിൽ ഒറ്റപ്പെട്ടവനെ പോലെ നിൽക്കുമ്പോൾ പഴയ ഉണ്ണികൃഷ്ണനായി അവൻ മീരയെ തേടി പോകുന്നുണ്ട്. മീനാക്ഷി ഒരുപാട് മാറിപ്പോയി. മീരയിൽ നിന്ന് എന്നെ അകറ്റിയത് അവളാ. ഒടുവിൽ അവള് തന്നെ. ആർക്കൊക്കെയോ വേണ്ടി ജീവിതം ഹോമിച്ചവർ ഇന്നും അവർക്കിടയിൽ കാണാൻ കഴിയാത്ത മതിലുകളായി മീരയുടെ അച്ഛനും മീനാക്ഷിയും നിൽക്കുന്നുണ്ട്. എത്രയൊക്കെ തന്നെ വേദനിപ്പിച്ചാലും അയാളുടെ മീനാക്ഷിയെ തേടി പോകുന്നുണ്ട്. കാണാൻ കഴിയാത്ത കാഴ്ചകൾ നിരന്തരം കാണുമ്പോൾ പോലും അയാൾ ആ യാത്ര അവസാനിപ്പിക്കുന്നില്ല. എല്ലാത്തിനും ഒടുവിൽ ചേട്ടച്ചൻ എന്ന സത്യത്തിലേക്കുള്ള മീനാക്ഷിയുടെ വീഴ്ച ഒരുപാട് ഉയരത്തിൽ നിന്നാണ്. എന്റെ ചേട്ടച്ചനെ എനിക്കറിയാം. ദേഷ്യം വന്ന കണ്ണു മൂക്കും ഇല്ലാതെ എന്തും പറയും. തിരിച്ചറിവുകൾ നേടി അവൾ തിരിച്ചു വരുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. മാനസിക നില നെറ്റി വീടിന്റെ പടിക്കെട്ടിൽ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ചേട്ടച്ചനാണ് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ നോവിന്റെ കാഴ്ച. ആ വീടിന്റെ അകത്തേക്ക് തിരിച്ചു കയറുന്ന മീനാക്ഷിക്ക് ചേട്ടച്ചനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന ചോദ്യം ബാക്കി വെച്ചാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. നീ നഷ്ടപ്പെട്ടു പോയിന്ന് പേടിക്കുമ്പോൾ ഒരാദി അത്രേ ഉള്ളൂ. വിചാരിച്ചാ മതി, ഒക്കെ ശരിയാവും. മീനാക്ഷിക്ക് വേണ്ടി, ചേട്ടച്ചന്റെ മീനാക്ഷിക്ക് വേണ്ടി അയാൾക്ക് തിരിച്ചു വരാതിരിക്കാൻ കഴിയില്ല.